ചെറിയ പ്രായത്തിൽ ലേൺ ചെയ്ത് തുടങ്ങിയതാ. അപ്പം എന്തായിരുന്നു അന്നത്തെ ഒരു റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ അന്ന് നമുക്ക് നന്നായി സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഭയങ്കര കോടികൾ, അങ്ങനെയൊന്നുമല്ല. എന്നെ കൊണ്ട് ആവുന്ന പോലെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അഭിമാനമായിട്ട്, ഞാനൊരു ആൺകുട്ടിയായി എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മൾ ഇങ്ങനെ ഏൺ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ സമയം. കാരണം ഏൺ ചെയ്യാന്ന് വെച്ചാൽ അന്നൊക്കെ ചെറിയ എമൗണ്ടാണ് നമുക്കൊരു ആൽബത്തിന്. എനിക്കൊന്ന് ഫസ്റ്റ് 500 അങ്ങനെയൊക്കെ എന്തോ ആണ് കിട്ടിയേക്കുന്നത്. അതിലിങ്ങനെ ഗ്രാജുവലി അത് കൂടി വന്ന്, പക്ഷേ നമ്മൾ ഏൺ ചെയ്തിട്ട് അതെപ്പോഴും ഇപ്പോഴാണെങ്കിലും ഞാൻ പറയും, നമുക്കൊരു എന്ത് ജോലി എന്താണെങ്കിലും നമ്മൾ ഒരു ജോലി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, അതൊരു ബലമാണ് നമുക്ക്, അല്ലേ? നമ്മുടെ കാര്യങ്ങളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അതൊരു സപ്പോർട്ടായിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. കാരണം എൻ്റെ 2 ചേച്ചിമാർ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പം ഒരു മോനെ പോലെ നിന്നിട്ട് എൻ്റെ പാരൻസിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര അഭിമാനമാണ്, സന്തോഷത്തിലുപരി എനിക്കതൊരു അഭിമാനമാണ്. തീർച്ചയായും അത് വലിയൊരു കാര്യമല്ലേ. അതും അത്രയും ചെറിയൊരു പ്രായത്തില് എൻ്റെ ക്യാഷ് ഞാൻ തന്നെ അമ്മയ്ക്ക് അച്ഛന് കൊടുത്ത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, അവരെന്നെയായിരുന്നു. പക്ഷേ അവരും അറിഞ്ഞ് എനിക്ക് വേണ്ടതൊക്കെ അവരും ചെയ്തു തരും. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. അച്ഛന് അന്ന് ബിസിനസ് ഉണ്ട്, ഹോട്ടലാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഫുള്ള് വരുന്ന അമ്മയാണ്. സിനിമയ്ക്കൊക്കെ വരുമ്പോഴാണ് അച്ഛൻ വരാറുള്ളത്. അപ്പം എന്താ പറയുക, ഫാമിലി, ഈ അച്ഛനും അമ്മ, എൻ്റെ ചേച്ചിമാർ, ചേട്ടന്മാർ, ഈ ചേച്ചിനെ കല്യാണം കഴിച്ചാൽ അവർക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്ന് മൂത്ത ചേച്ചീൻ്റെ ഹസ്ബൻഡിന് എനിക്ക് കൂടുതൽ സപ്പോർട്ടാണ്. കാരണം ഏട്ടൻ എൻ്റെ കൂടെ വർക്കിന് വരും, എന്നെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സർക്കിളിൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ വന്ന ആൾക്കാരും എന്താ പറയുക, പുറത്തുനിന്ന് വന്ന ആൾ 2 ചേട്ടന്മാർ, പക്ഷെ അവരും അവരുടെ ഫാമിലിയും എന്നെ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് അഭിമാനമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ വരികയാണെങ്കിലും അവരെല്ലാവരും പറയുക വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ കാണണം എന്ന് പറയാനുള്ളൊരു അഭിമാനം അവരിലും ഉണ്ട്.